അത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഒരു രീതി ആയിരിക്കാം, ഇനി അറിയില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജിസേലിന്റെ ചില എനിക്ക് ബേസിക്കലി ജിസേലായിരിക്കും ഇഷ്ടം എന്ന കാര്യം. അനുമോളുടെ ആ ഒരു ആക്ട് ഉണ്ടല്ലോ, ആ അനുമോളുടെ ആക്ടിൽ ജിസയിൽ പെരുമാറിയത് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ്. അത് അതെ അതെ, അത് സാധാരണ ആർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പം മേ ബി എനിക്ക് പോലത്തെ അത്രയും മെച്ചുവേർഡ് ആയിട്ടൊന്നും പെരുമാറാൻ പറ്റില്ല. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരു 90% ആൾക്കാർ അങ്ങനെ പെരുമാറില്ല. അപ്പോൾ അത് നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു അങ്ങനത്തെ പല റീസൺസ്, അതൊക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇഷ്ടം വന്നത്. ഒരു കാര്യം കൂടി, അപ്പാനി ശരത്തേട്ടൻ പെട്ടെന്ന് പുറത്താവേണ്ടിയിരുന്നില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പാനി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ സീസൺ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു വാവ് അല്ലെങ്കിൽ സൂപ്പർബ് എന്ന് പറയാൻ ഇതുവരെ ആയിട്ടില്ല. അത് നമുക്ക് എപ്പോഴും നന്നാവണമെന്നുള്ളത് തോന്നുക. അപ്പോൾ ഞാൻ അപ്പാനിയുടെ എവിക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അനുമോളുടെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം, അനുമോളുടെ കോണ്ടന്റ് കൂടുതലും ബേസിക്കലി അപ്പാനിയെ ബേസ് ചെയ്താണ് കോണ്ടന്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാനത് എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അപ്പാനി ഇപ്പോൾ ഒരു റീ എൻട്രി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും. എപ്പോഴും നമുക്ക് ബിഗ് ബോസിൽ എനിക്കൊന്നും മറ്റ് അന്യഭാഷകളിലൊക്കെ ഒരു റീ എൻട്രി ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ റീ എൻട്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ റിസ്ക് നല്ലതായിരിക്കും.